ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നലെ നിഫ്റ്റിയുടെ അനാലിസിൻ്റെ സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡ് എന്ന് പറയുന്നത് 23,183 മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സോണ് വരേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇതിൻ്റെ അകത്ത് മാർക്കറ്റ് നിൽക്കാം, അല്ലെങ്കിൽ ഇവിടെ എത്തിയാൽ തിരിച്ച് പോരാം എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്ത്. എന്ത് ചെയ്യാം, മാർക്കറ്റ് കറക്റ്റായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് മേലേക്ക് പോയി എന്നുള്ളതാണ്. കറക്റ്റായിട്ട് മാർക്കറ്റ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്തു, കുറച്ച് മേലേക്ക് പോയിട്ട് അവിടുന്ന് പതുക്കെ സ്ലോ ആയിട്ട് താഴെ വന്നു. ഇത് മാർക്കറ്റിൽ സ്പോട്ടിലുണ്ടായ ഒരു മൂവ്മെൻ്റാണ്. പക്ഷേ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഒരു മിനിറ്റിൻ്റെ ക്യാൻഡിലൊക്കെ ആക്കിയിട്ട് ഫസ്റ്റത്തെ മൂവ്മെൻറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റിൽ എന്തുണ്ടായിട്ടില്ല. രണ്ട് സൈഡ് കോളും പുട്ടും ഒരേപോലെ പ്രീമിയം മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്തൊക്കെ 9:15 മുതൽ ഒരു 9:30 അല്ലെങ്കിൽ 9:45 വരെയൊക്കെ കോളിൻ്റെയും പുട്ടിൻ്റെയും പ്രീമിയം ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്തത്. സ്പോട്ട് മേലേക്ക് പോകുന്ന സമയത്ത് പുട്ടിൻ്റെ പ്രീമിയം കയറി പോരുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഇവിടുന്ന് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു, നമുക്ക് കോളിൻ്റെ പ്രീമിയം ഭയങ്കരമായിട്ട് ഒരു സ്പൈക്കിൽ 20-30 പോയിന്റ് കയറുന്ന പ്രീമിയം ആ സ്പൈക്ക് നിന്ന് ഉടനെ എന്ത് ചെയ്യുന്നുണ്ട്, 15, 18, 20 പോയിന്റ് ഡൗൺ സൈഡ് ഫാള് വരുന്ന രീതിയിലായിരുന്നു മാർക്കറ്റിൽ പ്രീമിയം മൂവ്മെന്റ് ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളത് നല്ല റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഇപ്പം നിൽക്കുന്ന ഒരു കറണ്ട് സ്റ്റേജ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഒരു ഇന്നലെ നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസ് ലെവലിൽ അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ ഒരു സോണിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് 24,446 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താണ് നമുക്ക് മോളക്കിലെ ട്രേഡുകൾ കൂടുതലായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യാം, നാളെ കൂടെ ഈ ലെവലിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് നാളെ എന്ത് ചെയ്യാം, മാർക്കറ്റ് ഈ ഒരു ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ശനിയാഴ്ച മാർക്കറ്റിൽ എന്ത് മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നു എന്ന് അനുസരിച്ചിരിക്കും എന്തുണ്ടാവുക കൂടുതലായിട്ടുള്ള ട്രേഡുകളൊക്കെ. അപ്പോൾ നാളെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ടാർഗറ്റ് പ്ലാൻ ചെയ്യാം. അതേപോലെ ഡൗൺ സൈഡ് ആണെങ്കിൽ തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഈ ഒരു സോണിൻ്റെ താഴേക്ക് വരുന്ന സമയത്ത് മാത്രമേ, 23 താഴേക്ക് വരുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ വലിയ ട്രേഡുകൾ താഴേക്ക് പ്ലാൻ ചെയ്യുന്നുള്ളതാണെങ്കിൽ. അപ്പോൾ ചെറിയ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തു എന്നുണ്ടെങ്കിൽ മേലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇവിടെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ഫ്ലാറ്റ് അല്ല ചെറിയൊരു ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യാണ്, എന്നിട്ട് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാണ്, പിന്നെ എന്ത് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ വലിയ ടാർഗറ്റുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് 23,550, അത് കഴിഞ്ഞ് 616 എന്നുള്ള ലെവലിൽ ടാർഗറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ചെറിയ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തു, ചെറിയ സ്പൈക്ക് അടിച്ചു, ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തു, ഉച്ചശേഷം മൂവ്മെന്റ് കിട്ടിയാലും ട്രേഡ് പ്ലാൻ ചെയ്യാം. ഗ്യാപ്പ് ഡൗണിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് 23,000 അവിടെ ഓപ്പൺ ചെയ്താലും മേലേക്കുള്ള ട്രേഡുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇവിടെ ഓപ്പൺ ചെയ്തു, ഈ ഒരു സോണിൽ ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് മേലേക്ക് കയറുകയാണെങ്കിൽ നമ്മൾ കോൾ സൈഡിലേക്കുള്ള ട്രേഡാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ പ്രീമിയം കയറുന്നുണ്ടോ ഇല്ല എന്നുള്ളത് മാത്രമായിരിക്കും നമ്മുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. പ്രീമിയം കയറുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രേഡ് കയറുന്നുള്ളൂ. ഇന്ന് ഇതേപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും എന്തുണ്ടായിരുന്നു, എക്സ്പയറി ആയിരുന്നു. ഒരുവിധം എല്ലാ സ്റ്റോക്കുകളുടെയും മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇൻഡെക്സുകളുടെയും മന്ത്ലി എക്സ്പയർ ചെയ്തുകൊണ്ട് തന്നെ പ്രീമിയത്തിൽ ചെറിയ മൂവ്മെന്റ് ഉണ്ടാകുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, മാർക്കറ്റ് പോസിറ്റീവായിട്ട് മൂവ് ചെയ്താൽ പോലും പ്രീമിയം മൂവ് ചെയ്യാത്ത ഒരു എക്സ്പയർ ചെയ്യുന്നത്. അത് ബാങ്ക് നിഫ്റ്റിയുടെ കേസിലാണ് ശരി, നിഫ്റ്റിയുടെ കേസിലാണ് ശരി. നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രേഡുകൾ എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ പോകുന്ന സമയത്ത് മേലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നുള്ളതായിരുന്നു. നിലവിലും അത് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുന്നതോട് കൂടി എന്ത് ചെയ്യാം, 49,664 അല്ലെങ്കിൽ 49,700 വരേക്ക് മാർക്കറ്റ് പോകാം. അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സിൽ വരാം. എന്നിട്ട് നാളെ ഒരു ദിവസം കൂടെ വെള്ളിയാഴ്ച കൂടെ എന്ത് ചെയ്യാം, ഈ ഒരു ലെവലിൽ അല്ലെങ്കിൽ ഈ 49,000-ൻ്റെയും 49,700 ഇടയ്ക്ക് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ, പിന്നെ നമ്മുടെ ഇതിൻ്റെ എന്താ പറയുക ബജറ്റിനനുസരിച്ച് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലോ ഗ്യാപ്പ് ഡൗണോ ഓപ്പൺ ചെയ്ത് തിങ്കളാഴ്ച മുതൽ മാർക്കറ്റ് അങ്ങോട്ടോ മൂവ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നിലവിൽ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. കാരണം ബജറ്റ് നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. മേലേക്കുള്ള ട്രേഡുകൾ ഏറ്റവും കൂടുതലായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇനി വലിയ ഗ്യാപ്പ് അപ്പിലും വലിയ ഗ്യാപ്പ് ഡൗണിലും നമ്മൾ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. അതേപോലെ സെൻസെക്സും നിഫ്റ്റിയിൽ അതേ സെയിം സിനാരിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുള്ളത്. ഈ ഒരു സോണിന്റെ മുകളിൽ വന്നാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മേലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നു. അതല്ലാത്ത കേസിൽ നമ്മൾ മേലേക്ക് ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. അതേപോലെ ഗ്യാപ്പ് ഡൗണിക്ക് നമുക്ക് തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. അതും മേലേക്ക് തിരിച്ചു കയറാൻ എന്ത് ചെയ്യും, നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ള, അതല്ലാത്ത ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.